ചീര മുറിച്ചെടുക്കാനായിട്ടുണ്ടായിരുന്നേ. നമ്മൾ പാകിയതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു തോരനുള്ള ചീര കിട്ടും കേട്ടോ. അന്ന് ചീര വിത്ത് പാകിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ബീട്രൂട്ടിൻ്റെ വിത്തും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടൊന്നുമില്ല, പിന്നെ മുളച്ച് വന്ന സമയത്താണ് കണ്ടത്. ചെറിയ ചെറിയ ബീട്രൂട്ടാണെങ്കിലും 3-4 ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും എടുത്തു. വീട്ടിൽ വന്നിട്ട് അപ്പം ചുട്ടു കേട്ടോ. ദോശക്കല്ലാണ് അപ്പം ചുട്ടെടുത്തത്. അപ്പമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കപ്പ പറിച്ചെടുക്കാനായിട്ട് പോയിട്ടോ. അടുത്ത വീട്ടിലെ ചേച്ചിയാണ് കപ്പ പറിച്ചത്. ചേച്ചിയുടെ തന്നെ കപ്പയായിട്ട് അവർ നട്ടതാണേ. ഏട്ടനൊക്കെ വരുന്നുണ്ട് ലീവിന് പഞ്ചാബിൽ നിന്ന്. ഏട്ടൻ ആർമിയിലാണ്, അപ്പോൾ ലീവിന് വരുന്നുണ്ട്. അവർക്ക് കപ്പയും ബീഫും വെച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ. സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അത് ഒന്ന് വഴണ്ട് വന്ന സമയത്ത് അതിലോട്ട് തേങ്ങാക്കൊത്തും മസാലപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ ബീഫും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചു. അപ്പോൾ ബീഫിൽ നിന്നൊന്ന് വെള്ളം ഇറങ്ങി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ. റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് വറുത്ത്, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉണക്കമുളകൊക്കെ ചേർത്ത് അതിലോട്ട് ബീഫും കൂടി ഇട്ട് റോസ്റ്റാക്കി എടുത്തു. ആ സമയത്ത് തന്നെ കപ്പ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ അരപ്പൊക്കെ ചേർത്തു. നന്നായിട്ടൊന്ന് ഉടച്ചുകൂടെ എടുത്തോട്ട് വൈകുന്നേരം ഇപ്പോൾ വീട്ടിലോട്ട് പോയി. ഏട്ടനും നാത്തൂനുമാണ്. അവർ പഞ്ചാബിലാണ്, ലീവിന് വന്നാണ്. ഏട്ടൻ ആർമിയിലാണ് കേട്ടോ. ഒരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാട്ടോ കുഞ്ഞിനെ കാണുന്നത്. 28-നൊന്നും ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ കുഞ്ഞാണ് കേട്ടോ കളിക്കണ യാമി. പിന്നെ രാത്രി ഈ സമയത്ത് നമ്മൾ കപ്പയും ബീഫൊക്കെ എടുത്ത് എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ.